സമ്മിശ്ര കൃഷിയിലൂടെ വിജയം കൊയ്യുകയാണ് സെലിൻ മാത്യു. തന്റെ 5 ഏക്കറോളം വരുന്ന തന്റെ കൃഷിയിടത്തിൽ നിന്നും വിവിധ ഇനം കൃഷിയിലൂടെ വിജയം കൈവരിക്കുകയാണ് ഈ വനിത. അതേസമയം ഇവരെ നല്ല കർഷകയായി അംഗീകരിക്കാൻ കഞ്ഞിക്കുഴി പഞ്ചായത്ത് തയ്യാറായില്ലെന്ന വിമർശനവും ഉയരുന്നുണ്ട്. ഇടുക്കി കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ 11-ാം വാർഡിലെ താമസക്കാരിയായ ചന്ദ്രൻകുന്നിൽ സെലിൻ മാത്യുവിന് 4 ഏക്കർ പുരയിടമാണുള്ളത്. ഈ 4 ഏക്കറിലും നിറയെ വ്യത്യസ്തയിനം കാർഷിക വിളകളാണ്. കൊക്കോ, ജാതി, ഗ്രാമ്പു, റബ്ബർ തുടങ്ങിയ ദീർഘകാല നാണ്യവിളകൾക്ക് പുറമെ കപ്പ, വാഴ, പച്ചക്കറി, പഴവർഗ്ഗങ്ങൾ ഉൾപ്പെടെയുള്ള ഇടക്കാല കൃഷികളും ധാരാളമുണ്ട്. എനിക്ക് 4-5 ഏക്കർ സ്ഥലമുണ്ട്. അതിനകത്ത് ഫുള്ളായിട്ടെന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാവിധ കൃഷികളും സമ്മിശ്രമായിട്ട് ചെയ്യുന്നുണ്ട്. ജാതി, കൊക്കോ, തെങ്ങിൻ തൈകൾ, അതുപോലെ റംബുട്ടാൻ, പിന്നെ അവക്കോട, റബ്ബർ, അതുപോലെ എല്ലാ കൃഷികളും. കപ്പ ഒരു ഏകദേശം ഒരു 2000 മൂട് ഒരിടത്ത് തന്നെയുണ്ട്. പിന്നെ വീടിൻ്റെ ഫ്രണ്ടിൽ അവിടെയായിട്ട് അതിന് കമ്പ്യൂട്ടർ സെൻ്ററിൻ്റെ താഴെയായിട്ടും ഉണ്ട്. ഈ അത്രയും സ്ഥലത്തുനിന്ന് ഞാൻ, അതായത് ഒരു 1.5-2 സെൻറ്റ് സ്ഥലം കാണും കഷ്ടി. അതിനകത്തുനിന്ന് തീറ്റയെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഒരു 10 കപ്പ, ഉണക്കപ്പ വാട്ടി എടുത്തു. പിന്നെ ടേസ്റ്റാർന്ന കപ്പയാണ്. പിന്നെ വാഴ സമ്മിശ്രമായിട്ട് അതെല്ലാ വർഷവും ഞാൻ കൃഷി ചെയ്യുന്നുണ്ട്. കൃഷിപ്പണികളിലെല്ലാം ഈ വീട്ടമ്മയുടെ മേൽനോട്ടമുണ്ട്. സഹായികളെ ഉൾപ്പെടുത്തിയാലും എല്ലാ കൃഷിക്കാര്യങ്ങളിലും സെലിൻ മാത്യുവിന്റെ കരസ്പർശമുണ്ടാവും. ഓരോ ഇനം കൃഷിക്കും വരുമാനത്തിലും വിളവിലും കാലാനുസൃതമായ മാറ്റങ്ങളുണ്ടാകുമെങ്കിലും സമ്മിശ്ര കൃഷിയിൽ ശരാശരി വരുമാനം ലഭിക്കുമെന്നാണ് ഈ വനിതാ കർഷക പറയുന്നത്. അതേസമയം കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ തന്നെ അറിയപ്പെടുന്ന വനിതാ കർഷകയായിട്ട് പോലും പഞ്ചായത്തും കൃഷിവകുപ്പും കർഷക ദിനത്തിൽ ഇവരെ പരിഗണിച്ചില്ലെന്നുള്ള ആക്ഷേപവും ഉയരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി.